ഒറ്റ തെണ്ടി കീരി നായിന്റെ മോനെ എന്റെ വീട്ടിൽ കഴിക്കുന്ന പെണ്ണുങ്ങൾ തോന്നിയാസം പോയല്ലടാ. കയ്യറാ നായ. ഇതല്ല ചത്തു. രാഘവന്റെ അടുത്താണോടാ നിന്റെ മാസൂട്ട എത്ര ഉപ്പി പൊട്ടി? നീ ഇങ്ങോട്ട് ഓടിക്കയറി വരുന്ന ആരെങ്കിലും കണ്ടോ? അറിയില്ല. തൽക്കാലം നീ ആ വടക്കേപ്പുറത്ത് തേങ്ങാപ്പുരപ്പ ഒളിച്ചോ. എന്താ വേണ്ടെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ചെല്ല്. ചെറിയ പേര് എന്നെ എങ്ങനെയെങ്കിലും. നീ പേടിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. പോ. അവൻ ചത്തോ? അറിയില്ല. ഞാൻ അന്വേഷിച്ചോളാം, നീ പോയിക്കോ. ഇവനെ അങ്ങോട്ട് ഇരുത്തിക്കോ. അങ്ങോട്ട് മോളെ. പോലീസിൽ അറിയിച്ചോ? ഞാൻ ആളെ വിട്ടിട്ടുണ്ട്. കുത്തിയിട്ടവൻ എവിടേക്കാ ഓടിയത്? ആരെങ്കിലും കണ്ടോ? കീരിയെ പിന്നെ ആരും കണ്ടിട്ടില്ല. കീരി തേങ്ങാപ്പുരക്കകത്തുണ്ട്. ആ, അവിടെ കയറി ഒളിച്ചോളാൻ പറഞ്ഞ് കയറ്റി ഇരുത്തിയതാ. നീലാണ്ടനെ സ്റ്റേഷനിലേക്ക് പോയത്. അവനെല്ലാം വിശദമായിട്ട് പറഞ്ഞോളും. അവരെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോ താനും കൂടി ഒപ്പം ഉണ്ടാവണം. കീരിയെ ഒളിപ്പിച്ചിട്ട് നമ്പ്യാര് തന്നെ. കാര്യമൊക്കെ ശരിയാ, ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളവനാ. പക്ഷെ പറഞ്ഞിട്ടെന്താ, ഇതിന്റെയൊക്കെ പുറകെ പോയ കുഴപ്പാ. നടക്കടാ. തിരക്കൊഴിഞ്ഞിട്ട് ഇപ്പോഴാ ഒന്നിങ്ങോട്ട് ഇറങ്ങാൻ സമയം കിട്ടിയത്. പകല് മുഴുവൻ പോലീസ് സ്റ്റേഷനും പോസ്റ്റ്മോർട്ടം ഒക്കെ ആയിട്ട് അങ്ങ് പോയി. മോളുറങ്ങിപ്പോയി അല്ലേ? പാവം. എന്നാലും കൃഷ്ണന്റെ കാര്യം വലിയ കഷ്ടമായിപ്പോയി. ആ, ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ. ആ കീരി മനഃപൂർവ്വം കുത്തിയതല്ല എന്നാണ് അവൻ പറയുന്നത്. എന്നാലും അവനെ സഹായിക്കാനോ പുറത്തു കൊണ്ടുവരാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല. സാധിക്കാത്തത് കൊണ്ടല്ല. നിനക്ക് പണത്തിന്റെയോ മറ്റെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്ത് സഹായത്തിനും ഞാൻ ഉണ്ടാവും. അത് പറയാനാ ഇപ്പൊ വന്നത്. ഈ വീടിന്റെയും പറമ്പിന്റെയും ആധാരം കുറുപ്പിന് പണയത്തിലാണല്ലോ എന്ന് ഓർത്തൊന്നും വിഷമിക്കണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്താടാ, നീ കുന്നുമ്മൽ ശാന്തയുടെ അവിടെ കിടന്ന പോലെ ഇത്ര പെട്ടെന്ന് ഇവിടെയും കാവലേർപ്പെടുത്തിയോ? ഗോപിയെ, വേലായുധം വ്രതം എടുത്തിരിക്കുക. ആരെയും തല്ലില്ല എന്ന്. തല്ലേണ്ടി വന്നാ പിന്നെ മുള്ളം കൊല്ലി വിട്ട് പോണം. അങ്ങനെ വല്യമ്പ ആർക്ക് വാക്ക് കൊടുത്തത്.
നീ ആ വ്രതം തെറ്റിക്കല്ലേ. നാട് വിട്ടു പോകേണ്ടി വന്ന നിന്നെയും കൊണ്ടേ വേലായുധം പോകൂ. ഓടാ, 1.5 കാലുമായിട്ട് നിന്ന് പുതുശ്ശേരി ചെറിയ നമ്പ്യാരെ വരട്ടുന്നു. ഹംസ പോയിട്ടില്ല. നിന്റെ ഈ 1.5 കൈ നേരെ ആവുന്നു തോന്നുമ്പോ ഞാൻ അവനെ ഒന്നുകൂടെ അയക്കും. നിന്നെ കൊല്ലാൻ വേലായുധൻ 1.5 കൈ തികച്ച് വേണ്ട, 2 വിരല് മതി. സുനന്ദാക്കന്റെ കഴുത്തി കിടക്കുന്ന നീ കെട്ടിയ താലി, അതാ നിന്റെ ജീവൻ കാത്തുകൊണ്ട് പോന്നു. കെട്ടിയോൻ ദുർമരണപ്പെടുമെന്നൊരു ജാതക ദോഷം സുനന്ദാക്കനുള്ളതാ. അത് എന്റെ കൈ കൊണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാ. എഴുന്നേറ്റ് പോടാ. എന്താ നമ്പ്യാരെ? ആ, താൻ വന്നോ? ഞാൻ ഈ ആധാര കടലാസുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുകയായിരുന്നു. എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വാതിലിന്റെ പൂട്ടൊക്കെ തല്ലി പൊളിച്ചിട്ട്? ദാ, ഇതെല്ലാം കൂടി എടുത്ത് ഒരു കെട്ടാക്കി വെക്ക്. ഇത് വേറെ കെട്ട്. ആ, എന്നിട്ട് ഞാനിതൊക്കെ എടുത്ത് പുതുശ്ശേരി വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാന്ന് വെച്ചു. തന്നെ കൊണ്ട് ഇതെല്ലാം നോക്കി നടത്താനോ മാസപ്പടി പിരിക്കാനോ ഒന്നും പറ്റുന്നില്ല. അതൊക്കെ ദാ ഇനി ഇവൻ നോക്കിക്കൊള്ളു. മുള്ളംകൊല്ലി ചിട്ടി ഫണ്ടിന്റെ പ്രൊപ്പറേറ്റർ മെമ്പർ കുറുപ്പ, പുതുശ്ശേരി ചെറിയ നമ്പ്യാരല്ല. ഇതെന്താ വെള്ളരിക്കപ്പെട്ട? ടെൻഷൻ ആവല്ലേ കുറിപ്പേ, ഇരിക്കേ പറയാം. മുള്ളംകൊല്ലി ചിറ്റ് ഫണ്ട്സ് ചെറിയ നമ്പ്യാര് വിഴുങ്ങി. ആ, താനങ്ങോട്ട് ഇരിക്കേ പറയാം. എടോ, ഈ ആധാരം എന്ന് പറഞ്ഞാൽ എന്താ? ആധാരം എന്ന് പറഞ്ഞ ഒരു പണയ വസ്തു, അതിരുകൾ കാണിക്കുന്ന ഒരു രേഖ. അത് മാത്രം കയ്യിൽ വെച്ചിട്ട് തനിക്ക് അതുകൊണ്ട് കാര്യമൊന്നുമില്ല. കടം കൊടുക്കുമ്പോ താൻ എന്റെ പേർക്ക് എഴുതി വാങ്ങുന്ന ഒരു കടലാസില്ലേ, പവർ ആന്റണി, പവർ ഓഫ് അറ്റോണി. ആ കടലാസാണ് കടം കൊടുക്കുന്നയാൾക്ക് പണയ വസ്തുവിന്മേലുള്ള അധികാരം. കടം വാങ്ങിയവരെ ഇറക്കി വിടാം, വസ്തു വിൽക്കാം, വേണമെങ്കിൽ അവിടെ കയറി പൊറുതിയും തുടങ്ങാം. എല്ലാറ്റിനുമുള്ള അധികാരം, പവർ. ഹംസ, നീ ഇതെടുത്തുകൊണ്ട് ജീപ്പിൽ വെക്ക്. എന്നിട്ട് വണ്ടി തന്നെ ഇരുന്നോ, ഞാൻ വരാം. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്പ്യാർ കളിക്കുന്നവനല്ല കളിപ്പിക്കുന്നവനാണെന്ന്. നമ്പ്യാരുടെ കളിയിൽ മെമ്പർ കുറുപ്പിന്റെ പാർട്ട് കഴിഞ്ഞു. ആ, ഇനി ഇതിന്റെ പേരിൽ ശത്രുവായി നമ്പ്യാരുടെ വഴിയിൽ കുറുകെ നിൽക്കാനൊന്നും വന്നേക്കരുത്. ഒരു റീത്ത് കൊണ്ടുവന്ന് ഈ നെഞ്ചത്ത് വെക്കും. എന്നിട്ട് മെമ്പർ കുറുപ്പിന്റെ അകാല വിയോഗം മുള്ളംകൊല്ലിക്ക് ഒരു തീരാ നഷ്ടമാണെന്ന് പ്രസ്താവിക്കും. മനസ്സിലായില്ല. ആരും അറിയാതെ കൊന്നുകളയുന്നു. പവർ ആന്റണി. മുള്ളംകൊല്ലി ദേശത്തിന്റെ അധികാര കസേരയ്ക്ക് ആ വെട്ടിക്കുറിപ്പ് ഒരു പേരിട്ടതാ, പവർ ആന്റണി. സംഗതി പവർ ഓഫ് അറ്റോണിയാ. ദാ ഈ പെട്ടിക്കകത്ത് അതാ. ഇതിൽ അതിന്റെ ആധാരങ്ങൾ തുണ്ടു തുണ്ടായി ഗോപിനാഥൻ നമ്പ്യാരുടെ പേർക്ക് കുറിപ്പ് എഴുതി വാങ്ങിയ മുള്ളംകൊല്ലി ദേശത്തിന്റെ അടിയാധാരം. മറ്റവന്റെ ജീവിതാഭിലാഷം ഗോപിനാഥൻ നമ്പ്യാരെ തല്ലി തോപ്പിക്കുക എന്നതായിരുന്നു. വേലായുധൻ മണ്ട ശിരോമണി, ഹൃദയം നിറയെ സ്നേഹം, നല്ല കൈക്കരുത്ത്, വേഗത, പാവത്തിനെല്ലാം ഉണ്ട്. പക്ഷെ എന്താ, ബുദ്ധിയില്ല. ഇതിന് ബുദ്ധി എന്നല്ല പറയാ, കുബുദ്ധി. ഇന്ന് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം. കെട്ടിയോൻ ദുർമരണപ്പെടും എന്ന നിന്റെ ആ ജാതക ദോഷമാണല്ലോ എന്നെ ഈ കളി ജയിപ്പിച്ചത്. കുറുപ്പിനും വേലായുധനും മാത്രമല്ല, നിന്റെ അച്ഛൻ നമ്പ്യാർക്കുണ്ടായിരുന്നു ഈ ഗോപി ഒരുക്കിയ കളിയിറങ്ങത്തൊരു നല്ല വേഷം, വിദൂഷക വേഷം, ജോക്കർ. നീയാണെന്റെ തുറുപ്പ് ഗുലാൻ. എന്തൊക്കെ പറഞ്ഞാലും നിന്നോട് വേലായുധന് ഭയങ്കര സ്നേഹമാ കേട്ടോ. സുനന്ദയെ ഗോപിക്ക് കെട്ടിച്ചു കൊടുക്കരുതെന്ന് നീ അന്ന് ഒരുപാട് പറഞ്ഞതാ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയണ്ടെന്ന് അന്ന് നിന്നെ ഞാൻ ശാസിച്ചു. ചില തെറ്റുകള് മാപ്പ് പറഞ്ഞ് തിരുത്താൻ പറ്റില്ല. എന്നാലും നീ എന്നോട് പൊറുക്കണം. വല്യമ്പേരെ, ഇല്ലടോ, ഇതും
അതുപോലെ എനിക്ക് പറ്റിയ വലിയൊരു തെറ്റാ. വല്യമ്പ്യാരെ എന്നുള്ള നിന്റെ ആ വിളിയുടെ സ്നേഹത്തിന് പകരം തരാൻ എന്റെ ഒന്നുമില്ലടാ. ചേട്ടാ വലിയ പേര് മരിച്ചു പോയി. സർട്ടിഫിക്കറ്റ്. ഓ, വലിയ നമ്പ്യാരെ കൊന്നു അല്ലേ? തന്റെ ബുദ്ധി ഭയങ്കരാണല്ലോ. ഇതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഒരു ചെറിയ സൂത്രപ്പണിയാ, ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ദാ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, മരണകാരണം ഹാർട്ട് അറ്റാക്ക്. വേറെങ്ങും ഇതിങ്ങനെ വിളമ്പാതിരിക്കാനുള്ള ബുദ്ധിയൊക്കെ തനിക്കുണ്ടല്ലോ. ആ, മതി മതി, അധികം സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. എഴുന്നേറ്റ് പോടാ. നേരെ നിൽക്കാറാവുമ്പോ പറയണം, നമുക്കൊന്നുകൂടെ ഒന്ന് മുട്ടണ്ടേ? വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ. ഇപ്പൊ അടിക്കടാ. വാ, ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണ്. വേടാ.